ഞാൻ നോക്കുമ്പോഴേ ആദ്യമായിട്ട് സ്ക്രീൻ നിറച്ച് ഞാൻ ലാൽ സാർ ഇങ്ങനെ സ്ലോ മോഷനിൽ നോടാൻ നിന്നപ്പോൾ തൊട്ടടുത്ത് ഞാനാണ് നിൽക്കണത്. എനിക്ക് എൻ്റെ കൺട്രോൾ അങ്ങ് പോയി. കാര്യം എൻ്റെ കയ്യിരുന്ന പേപ്പറൊക്കെ വലിച്ചിങ്ങനെ എറിഞ്ഞിട്ട് ഞാൻ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. നന്നായിട്ട് തന്തയ്ക്കും അമ്മയ്ക്കും വിളി കേട്ടു. ആൾക്ക് ഇത്രയും സങ്കടമുള്ള സീനിൽ മുന്നോടി വേണം സാർ മരിച്ചു കിടക്കുന്ന എല്ലാവരും കരഞ്ഞോണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ കാണിച്ച സന്തോഷത്തിൽ കാണിച്ചേനെ 24 തവണ ചവച്ച ഒരു ഫുഡ് കഴിക്കാവോ നോക്കിയപ്പോ നെക്സ്റ്റ് കട്ട് 24 പ്രാവശ്യം ചവയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നോക്കുമ്പോൾ ഒരുത്താൻ ചവച്ചിട്ടേ എണ്ണം തെറ്റിട്ട് തുപ്പിയിട്ടുണ്ട് ഇവൻ. ഇന്ദ്രൻസ് ചേട്ടന് ആദ്യമായിട്ട് കാണുന്നത് സ്പടികത്തിൽ മൂപ്പര് കോസ്റ്റ്യൂമറാണ്. കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയും, കോസ്റ്റ്യൂമർ എന്ന് പറയും, കോസ്റ്റ്യൂം ഡിസൈനർ ആയിരുന്നു. അങ്ങനെ ചെറിയ സിനിമകളിൽ ഇന്ദ്രൻസ് ചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ദ്രൻസ് ചേട്ടൻ വലിയ സ്റ്റാറാണ്. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എന്നെ അറിയാമെന്ന് വെച്ചാൽ നിന്നെ മറക്കാൻ പറ്റൂടെ, എത്ര പ്രാവശ്യം അളവെടുത്തതാണ്. അന്ന് സ്പടികത്തിൽ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ പറഞ്ഞാൽ നടക്കില്ല, അല്ലെങ്കിലേ പഠിക്കാൻ മോശം, ഞാൻ അഭിനയം കൂടി പോയി കഴിഞ്ഞാൽ അതും കൂടി ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സീനായിരുന്നു. എന്താ പറയുക, ഞാനന്ന് ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു, താങ്കൾക്ക് പെരുന്തച്ചൻ കോംപ്ലക്സ് ആണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. കോളേജിൻ്റെ ഫ്രണ്ടിൽ പടം 25ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ പോസ്റ്റർ ഒട്ടിക്കും. അപ്പോൾ എൻ്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് ആ പോസ്റ്ററിൽ വരുന്നത്. കറക്റ്റ് അവിടെ മാത്രം ചാണകം തേച്ച് വെച്ചിരിക്കും. അതാരായിരിക്കും? ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ഞങ്ങളൊക്കെ കണ്ടു വളർന്ന വലിയ സിനിമാ ഭ്രാന്തനാണ് പുള്ളി. സിനിമ ചേർത്ത നന്നായി. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ വീണ്ടും ഒരു സിനിമ വിശേഷമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഈ സിനിമയുടെ പേര് തന്നെ വെറൈറ്റിയാണ്, ഭയങ്കര രസകരമായ പേരും രസകരമായ കഥയും. എന്തായാലും ഒരു ഉഗ്രൻ കോമ്പോണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ പേര് വത്സല ക്ലബ്, ഒരു ക്രിഞ്ച് കല്യാണം. അപ്പോൾ ഈ സിനിമയുടെ വിശേഷം പറയാൻ നമ്മളോടൊപ്പം ചേർന്ന് ജിവിൻ ഗോപിനാഥ്, നമ്മുടെ ഉമേഷ് പീതാംബരൻ, നമ്മുടെ കാർത്തിക് ശങ്കർ ആൻഡ് ലാലേട്ടൻ്റെ കട്ടുള്ള നമ്മുടെ വിശാൽ. ഇരിക്കട്ടെ. സ്റ്റേറ്റ് അവാർഡായി. സ്റ്റേറ്റ് അവാർഡാണ്. അത് പറഞ്ഞപ്പോ ചെറുതാണ് ചരിഞ്ഞു. ഞാൻ ആദ്യമേ ചോദിച്ചായിരുന്നു മിമിക്രി എങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആദ്യമേ മിമിക്രി ഒന്നും ഇല്ല. ലാലേട്ടൻ എപ്പോഴും അനുകരിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ലാലേട്ടൻ കാരണമാണ് മോഡറേഷൻ കറക്റ്റ് ആയിപ്പോ. അല്ല, നാട്ടിലെ ലാലേട്ടാ, ഞങ്ങള് വീട് അടുത്തടുത്താ. അയ്യോ, തുടക്കത്തിൽ തന്നെ ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു രസകരമായിട്ടുള്ള ഒരു പോസ്റ്ററുകളാണെങ്കിലും എന്തായാലും ടൈറ്റിലാണെങ്കിലും എല്ലാം അടിപൊളി. എന്തായാലും ജിവേട്ടാ, അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മുടെ വത്സല ക്ലബ്ബ്? ഇതൊരു പറഞ്ഞ പോലെ ഒരു ക്രിഞ്ച് കല്യാണത്തിനെ ബേസ് ചെയ്ത് ഒരു ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കുഞ്ഞു കഥ, എല്ലാവർക്കും വർക്കാകുന്ന. എന്നാൽ ഈ പറഞ്ഞ പോലെ വലിച്ചു കീറാൻ നിന്ന് കഴിഞ്ഞാൽ വലിച്ചു കീറാൻ ഇഷ്ടംപോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് ഒരു ക്രിഞ്ച് കല്യാണം എന്ന് പറഞ്ഞ ഒരു ടാഗ് ഇട്ടേക്കുന്ന കാര്യം തന്നെ അതാണ്. വളരെ എന്താ പറയുക, ഒരു സാങ്കല്പികമായിട്ടുള്ള സംഭവമാണ്. നമ്മളതിൻ്റെ ബാക്കി കാര്യങ്ങളും നോക്കരുത്, ഇത് നടക്കുന്നതാണോ നടക്കാത്തതാണോ ഒന്നുമില്ല. ഇതൊരു ഒരു ഒരു രസകരമായ ഒരു 2 മണിക്കൂറിനകത്ത് തീരുന്ന ഒരു കുഞ്ഞ് ഈ കഥയും കഥാപാത്രങ്ങളുമായി യാതൊരു ബന്ധമില്ല. ഓക്കെ. അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെയുള്ള കണ്ടന്റുകളും ഇതിനകത്തുണ്ട്. പക്ഷെ ഞങ്ങൾ പറയില്ല. ചേട്ടാ, എന്താണ് ഇതിലെ കഥാപാത്രം? എന്താണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മൂക്കുത്തി ഷമീർ എന്നാണ്. അടിപൊളി. പണ്ട് മറ്റേ സ്നേഹിച്ച കാമുകി തേച്ചിട്ട് പോയി. അപ്പോൾ അവളുടെ മൂക്കുത്തി ഞാൻ സൂക്ഷിച്ച് ഞാൻ മൂക്കുത്തിയായിട്ട് കൊണ്ടു നടക്കുന്നു. അപ്പോൾ ഇത് കഥയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ മൂക്കുത്തി പണയം വെക്കേണ്ടി വരുന്നു. പക്ഷെ തിരിച്ചത് പിന്നെയും എന്നെ തന്നെ തേടി വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര രസമുള്ള ക്യാരക്ടർ. മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ മൊത്തത്തിലുള്ള കഥയുടെ ഔട്ട്ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ പരിപാടിയാണ്. അതിനായിട്ട് ഉപരി ഇതൊരു മറ്റേ ഈ പറയുന്നത് പോലെ ഒരു ഫിക്ഷണൽ ലാൻഡിൽ നടക്കുന്ന ഒരിക്കലും നടക്കാത്തൊരു കാര്യം ആണ് ഈ കഥ. അപ്പോൾ ഇതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സിനെ അങ്ങനെ ബിൽഡ് ചെയ്ത് ഇപ്പോൾ കഥ അങ്ങനെയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കഥ പറയുന്ന കഥാപാത്രങ്ങളിലൂടെയാണല്ലോ. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾക്കും അതിൻ്റേത് വ്യത്യസ്തതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. ഈ കഥ കേട്ടപ്പോൾ ചെറുപ്പത്തിലുള്ള എന്തെങ്കിലുമായിട്ട് കണക്ട് ആയിരുന്നു? അല്ല, എനിക്ക് വെച്ചാൽ അങ്ങനെ കഥാപാത്രമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട കുറേ സിനിമകളുണ്ട് പണ്ട്. ലെജൻഡറി ആയിട്ടുള്ള മറ്റേ പെരുവണ്ണാമത്തെ വിശേഷങ്ങളും അപ്പോൾ അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കുഞ്ഞിരാമായണം ആയിക്കോട്ടെ. അപ്പോൾ അതിലൊക്കെ നമുക്ക് കിട്ടുന്നൊരു സംഭവം നമ്മൾ തിയേറ്ററിൽ, ഞാൻ ഈ പറയുന്ന സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടുള്ള സിനിമകളാണ്.
ഒരു കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിൽ പോയിരുന്നിട്ട് നമ്മൾ കാണുന്നു, എന്താ പറയുക, ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചിരി വീണ് കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടമായിട്ട് തിയേറ്ററിൽ പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ഞാൻ അത്രയും ലെജൻഡറി ആയിട്ട് സിനിമയാണെന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. പക്ഷേ ഇതൊരു കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിന് പറ്റിയ സിനിമയാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ അതായത് സിനിമാറ്റിക് എക്സ്പീരിയൻസ്, അതുകൊണ്ട് തിയേറ്ററിൽ പോകണം, മറ്റേത് OTT പോയി കാണാം, അങ്ങനെയല്ല. അതായത് ചില സിനിമകളുണ്ടല്ലോ നമുക്ക് മറ്റെന്താ പറയുക, കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയി ഇരുന്ന് ഫാമിലി ആയിട്ടൊന്ന് പോയി കാണാം, ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് വരാം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന സിനിമയായിരിക്കും മനസ്സിലാക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് നമ്മള് സൂഫ്രം സോ ഒക്കെ ഇല്ലേ, അതെ, ആ ഒരു മൂഡില് ഒരു നാട്, എല്ലാരും കൂടി കുറച്ച് ആൾക്കാര്, ആ ഒരു ലൈഫ് 2.5 മണിക്കൂർ ഹാപ്പി ആവും, പോയിരുന്നു സമാധാനത്തിൽ എൻജോയ് ചെയ്ത് കണ്ടുവരാം. കണ്ടുവരാം. ഓക്കെ. അല്ല കാർത്തിക് ബ്രോ, എന്തോ കാര്യമായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്താണ്? ഒരു രക്ഷയില്ലാത്ത കോണ്ടന്റ് ക്രിയേഷനാണ്. എന്താണ് കയ്യിൽ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തേക്കുന്നത്? അഭിനയമാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഇത്രയും ഈ ഒരു നല്ലൊരു ടീമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവരെന്ന് കണ്ടുപഠിച്ചേക്കുന്ന ഒരു സാധനം എന്താ? ഇവരുടെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഓരോന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ മേക്കിങ്ങിൽ ഈ എൻ്റെ ഡയറക്ടർ അനുഷ്ജിയുടെ ഒരു മേക്കിംഗ് എന്നല്ല, അദ്ദേഹം സെറ്റിൽ ബിഹേവ് ചെയ്യുന്ന ചില രീതികൾ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് എനിക്കതൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം അധികം സൗണ്ട് എടുക്കാതെ, ഐ മീൻ ചിലരൊക്കെ എന്ന് വെച്ചാൽ മൈക്കിൽ കൂടെ ആർട്ടിസ്റ്റിന് കമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിങ്ങനെ അടുത്ത വെച്ചിട്ട് കുറച്ച് പിടിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അതെ അങ്ങനെ ഭയങ്കര സൈലൻ്റായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്തു. പിന്നെ കറക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്ന പോലും നമ്മൾ അടുത്ത് വന്നിട്ടേ കുറച്ചൊന്ന് ഇതാക്കി ചെയ്യും, അല്ലെങ്കിൽ കുറച്ചൊന്ന് കയറ്റി അങ്ങനെ ചെയ്യും, ഒന്ന് പിടിച്ചോ, അത് നമുക്ക് പോലും വളരെ ഇതായിട്ടേ കേൾക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും അദ്ദേഹം ആ സെറ്റിൽ എങ്ങനെയാണെന്നുള്ള ഒരു ഡിസിപ്ലിൻ പരിപാടിയൊക്കെ കുറച്ച് ഞാൻ നോക്കി കണ്ടിട്ടുണ്ട് ഞാൻ. ഓക്കെ ഓക്കെ. അനുഷ്ഠ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാമറ അവിടെ ആയിരിക്കും, അപ്പോൾ നമ്മൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ചോദിക്കുകയാണ്, അനുഷ ഞാനിങ്ങനെ ചെയ്തോട്ടെ, അപ്പോൾ അവിടെ നിന്ന് വേറെ ഒന്നുമില്ല, മൈക്കോ കയ്യിലുണ്ട്, മൂപ്പര് എന്താ ചോദിച്ചാൽ നടന്നു വരും, അപ്പോൾ നടന്നപ്പോൾ നമ്മൾ അഭിനയിച്ച് നടന്നവിടെ ചെല്ലുമ്പോൾ നീ റീടേക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും അടുത്തെന്ന് പറയുമ്പോൾ അതെ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്താൽ മതി. അത് ഈ പറയുന്നത് നമ്മൾ മാത്രമേ കേൾക്കുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ മാത്രമേ കേൾക്കുള്ളൂ, വേറെ ആരും അവിടെ അറിയേണ്ട ആവശ്യമില്ല. ഓരോ ബിഗിനേഴ്സും ആഗ്രഹിക്കുന്ന അല്ലേ ഡയറക്ടർ സ്ഥായി ആക്ഷനാണ്. അവിടെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ നോക്കിയിട്ട് ആക്ഷൻ വിളിക്കണമൊന്നുമില്ല. ഇല്ല. അടിപൊളി. ലാലേട്ടാ പറയൂ, എന്താണ് നമ്മുടെ ക്യാരക്ടർ? അങ്ങ് ചരിഞ്ഞു പോയി പിടിച്ചു. അല്ല അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അല്ലേ, ഒരാളിങ്ങനെ പറയുകയും കൂടെ ചെയ്യുമ്പോൾ. ബാഹു എന്ന ഒരു ഓട്ടോക്കാരനാണ്, ഒരു പാവം പിടിച്ചൊരു ഓട്ടോക്കാരൻ. പുള്ളി നല്ലതിന് വേണ്ടി ചെയ്യുന്നതെല്ലാം കുഴപ്പത്തിലോട്ട് എത്തിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതിൽ. അങ്ങനെ ലൈഫിൽ അങ്ങനെ നല്ലതിന് വേണ്ടി ചെയ്തിട്ട് ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ ജീവിക്കുകയാണ്. അല്ല, നമുക്ക് ആത്മാർത്ഥത കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലതിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കും, പക്ഷേ അതിൻ്റെ വേറെ നെഗറ്റീവ് വശമൊന്നും ചിന്തിക്കാറില്ല. പക്ഷെ അത് അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതിലും. അങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് ലൈഫിൽ. എന്നിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ അങ്ങനെ? ഇല്ല ഇല്ല ഇല്ല, പഠിച്ചു ഇപ്പൊ സിനിമയിലാണ്. അതെ അതെ അതെ. പുള്ളി ഈ പടത്തിന്റെ റെഫറൻസ് തന്നെ അവൻ 10 തവണ ഓട്ടോ കണ്ടിട്ടാണ്. അല്ല എങ്ങനെ പഠിക്കുമെന്ന് തീർച്ചയായിട്ടും. ഇപ്പം ഞാനൊക്കെ സിനിമ ആഗ്രഹിച്ചത്, ഇപ്പം ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടത് മോഹൻലാലിനെയാണ്, ലാലേട്ടനെയാണ്. ആ ഇഷ്ടമാണ് സിനിമ നടനാവണം. അപ്പോൾ ഉറപ്പായിട്ട് എനിക്കത് പറയണ ഒരു പ്രശ്നവുമില്ല. അതെ, ഇന്റർവ്യൂവിൽ വരെ നമ്മളത് ഉറപ്പിച്ചു. ഇത് പറഞ്ഞപ്പോൾ അറിയാതെ തോട് വരെ ചരിഞ്ഞു. ചെറിയ പ്രായത്തെ ആഗ്രഹിച്ച് ഇപ്പൊ ഷേപ്പ് വരെ ഏകദേശം. എനിക്ക് അഭിനയത്തിലൊന്നും അങ്ങനെ റിസംബ്ലൻസ് ഒന്നും റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സാധനമാണ്. ഇതിന്റെ ക്രൂ തന്നെ കംപ്ലീറ്റ് ഫുൾ. നമുക്ക് ഇപ്പൊ സെറ്റില് ഇപ്പൊ നമ്മൾ ഓൺ ക്യാമിനെക്കാട്ടിയും ഓഫ് ക്യാമില് കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണെങ്കിലും ഈ ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും വൈബ് ഉണ്ടാക്കുന്ന ഒരു ടീം തന്നെയാണ് കൂടെയുള്ളത്. ആ ഒരു മെമ്മറീസ് ഒക്കെ എങ്ങനെയാണ്? അത് സിനിമ 2 മണിക്കൂറാണ്, അതിൽ തമാശ കയറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ഒരു 30 ദിവസം ഒരുമിച്ച് വയ്ക്കുമ്പം ഈ ഒരു 5 പടം എടുക്കാനുള്ള തമാശ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതാണ്. പക്ഷെ അത് കൂടുതലും അഖിലണ്ണൻ ഈ
കൗണ്ടറൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് അടിക്കുന്ന ആളാണ്. അതിനകത്ത് നമ്മുടെ കവലിയൂര് ഒരു മേക്കപ്പ് മാൻ ഉണ്ട്, നമ്മുടെ വെൺപകൽ സന്തോഷ് വെൺപകലാണ്. അപ്പോൾ മേക്കപ്പ് മാന് നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് അഖിലൻ, പക്ഷേ അഖിലനുണ്ടായത് നല്ലതായിട്ട് പറഞ്ഞേനെ. കാരണം ഈ 24 തവണ ചവച്ച ഒരു ഫുഡ് കഴിക്കാവുന്നു നോക്കിയപ്പോൾ നെക്സ്റ്റ് കട്ട് ഈ വത്സ ക്ലബിൽ 5 പേര് ഇരുന്ന് ചവയോട് ചവ രാവിലെ. ആദ്യം തുടങ്ങി വെച്ചവനാ ഇവനാണ്. 24 പ്രാവശ്യം ചവയ്ക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നോക്കുമ്പോ ഒരുത്താൻ ചവച്ചിട്ടേ എണ്ണം തെറ്റിട്ട് തുപ്പിയിട്ടുണ്ട് ഇറക്കാതെ അങ്ങനെയൊക്കെ പുള്ളിയുടെ റൂളാണത്. അതങ്ങനെ ചെയ്താലേ നമുക്ക് അതിൽ എന്തോ അത് വേറൊന്നുമല്ല, പഴയ കാരണവന്മാര് പറഞ്ഞ പോലെ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക. 24 തവണ ഇതാക്കണം. അപ്പൊ പുള്ളി മാറിയിരുന്ന് ചിരിക്കുക, പുള്ളി മാറിയിരുന്ന് ചിരിക്കുക. ഈ മണ്ടന്മാര് ഒരു പഴമൊരു ക്രിഞ്ച് കല്യാണം, പഴമര തൊളിച്ച് അതേക്കാളും വലിയ മണ്ടന്മാര്. പഴമര തൊളിച്ചിട്ട് 24 പ്രാവശ്യം. ഓക്കെ, എന്തായാലും കുറേ നിങ്ങൾ ഒരുമിച്ച് കുറേ നാളായിട്ട് ഉണ്ടായിരുന്നുണ്ട്, ഒരുപാട് മെമ്മറീസ് ഒക്കെ ഇതിലുണ്ടാവും. ഇപ്പോൾ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇതിൻ്റെ ടെക്നീഷ്യൻ സൈഡാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ ആർട്ടാണെങ്കിലും ഒരുപാട് ആൾക്കാർ, ഒരുപാടൊരു ടീം തന്നെയുണ്ട് നമ്മുടെ ഇവിടെ. ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ടെക്നീഷ്യൻ ടീമിനെ കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ക്യാമറ ശൗരി, ഈ ബ്രഹ്മയുഗം സിനിമയില്ലേ അതിന്റെ ക്യാമറമാന്റെ ചീഫ് അസോസിയേറ്റ് പുള്ളി ഇതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പുള്ളിയാണ് ചെയ്തേക്കുന്നത്. ഗംഭീര കക്ഷിയാണ്, നന്നായിട്ട് നല്ല ഫ്രെയിംസും നല്ല ഈ നമ്മുടെ ഈ അനുഷ്യന് പറ്റിയ ആളാ. വേറെ ബഹളമൊന്നുമില്ല. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഷൂട്ട് പെട്ടെന്ന് നിർത്തും. ക്യാമറമാനാണ്, പക്ഷെ 5 മണി കഴിഞ്ഞാൽ പോയി. നല്ല വശം പറയാൻ പറഞ്ഞു. രാവിലെ ഫോക്കസ് ഔട്ടാ, ഞാൻ പറഞ്ഞ തമാശ പോലെ പറയുന്നത് ശരിക്കും അവസാനം ആൾക്കാർ കാര്യം എടുക്കും. അല്ല ഷൗരി ഇപ്പൊ ഞാൻ നമ്മുടെ സിനിമയ്ക്ക് ശേഷമാണ് എന്താ പറയാ ചീഫായിട്ട് പിന്നെയും പോയി. കാരണം ജലീലിന്റെ അടുത്ത ആളാണല്ലോ. ഇങ്ങനെ ഒരു കഥ വന്ന പുള്ളിക്ക് തെളിയിക്കണമല്ലോ. ഫുൾ നൈറ്റാ. ഇതൊന്നല്ല ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആർട്ടിലെ ഒരു മറ്റേ സ്ഫടികത്തിനൊക്കെ മുമ്പിൽ അത്രയും പേര് കിട്ടും. അത്രയും അന്നുണ്ടായിരുന്നാളോ? അതായത് ഞാൻ അവിടെ ചെന്നപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ വത്സ ക്ലബ്ബിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഒരു ചേട്ടൻ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. മുമ്പ് ആർത്താന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനും ചിരിച്ചു. അത്രയും നല്ല കാണാൻ നല്ല പ്രായം തോന്നിക്കും. അപ്പം ഒരു തന്നെ മോൻ എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, അന്ന് സ്ഫടികം നമ്മൾ പാലക്കാട് ഷൂട്ട്. ഞാൻ പറഞ്ഞു അയ്യോ വേലപ്പട നിങ്ങളായിരുന്നോ. ഞാൻ വർഷങ്ങൾ, ഞാനെനിക്ക് 1995 സ്ഫടികം റിലീസായത്. അതിനുശേഷം എത്രയോ കൊല്ലം 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മനുഷ്യനെ കാണുന്നത്. അല്ല നമുക്ക് ആർട്ടായിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ആളെ കാണുമ്പോൾ എസ്പെഷ്യലി മൂപ്പര് സ്ഫടികത്തിൻ്റെ എല്ലാ മൂപ്പര് ക്രിസ്റ്റൽ ക്ലിയർ ഓർമ്മയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും ഇടയ്ക്ക് പോലും സംസാരിക്കായിരുന്നു. കാരണം അന്നത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ. അല്ല വേറെ കാര്യം നമ്മൾക്ക് അറിയാത്ത എത്രയോ വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ മുൻപിൽ കാണില്ല, പക്ഷെ പുറകിൽ നിൽക്കുന്ന എത്രയോ ആൾക്കാർ. അത് നമ്മൾ പല ഇന്റർവ്യൂലും ഇതിൽ പറയുമ്പോഴാണ് ചിലർ അല്ലെങ്കിൽ സെറ്റിൽ ചെല്ലുമ്പോഴൊക്കെ അറിയുന്നത്. ഇങ്ങനെ അതൊരു വലിയൊരു മെമ്മറി തന്നെയല്ലേ. മെൻഷൻ ചെയ്ത ഒരു ഇന്റർവ്യൂ ആയിരിക്കും. അല്ല ഞാൻ പറയട്ടെ, ഞാനങ്ങനെ ഓരോ സിനിമയിൽ പോകുമ്പോൾ ഓരോ ആൾക്കാരെ കാണാറുണ്ട്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രൻ സേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് സ്ഫടികത്തിൽ മൂപ്പര് കോസ്റ്റ്യൂമറാണ്. മൂപ്പരാണ് കോസ്റ്റ്യൂം ഡിസൈനർ. ഇപ്പോൾ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയും, അന്ന് കോസ്റ്റ്യൂമർ എന്ന് പറയും. കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു. അപ്പോൾ മൂപ്പരുടെ ബ്രദറും ജയൻ ചേട്ടനും ഇവർ രണ്ടുപേരാണ് സ്ഫടികത്തിൻ്റെ. അപ്പോൾ അന്ന് അങ്ങനെ ചെറിയ സിനിമകളിൽ ഇന്ദ്രൻ ചേട്ടൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ വലിയ സ്റ്റാറാണ്. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എന്നെ അറിയാമെന്ന് ചോദിച്ചു, നിന്നെ മറക്കാൻ പറ്റൂടെ എത്ര പ്രാവശ്യം അളവെടുത്തതാണ്. അല്ല ഭയങ്കര സ്വീറ്റ് മാൻ മാത്രമല്ല ഇവർക്കൊക്കെ ഓർമ്മയുണ്ട്. അപ്പം ഞാനത് പറഞ്ഞു, നമ്മൾ ഓരോ സെറ്റിൽ ചെല്ലുമ്പോൾ പണ്ട് വർക്ക് ചെയ്ത ആൾക്കാരുടെ അവരുടെ റീകളക്ഷൻ. അപ്പം ഞങ്ങൾ എന്നിട്ട് സംസാരിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ സംസാരിക്കാം. അതുകൊണ്ട് അന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പറയാൻ അവസരം കിട്ടിയിട്ടില്ല. സ്ഫടികത്തിൽ ബോട്ട് പോകുമ്പോൾ ഇന്ദ്രൻ സേട്ടൻ അതിൽ വെള്ളത്തിലോട്ട് എടുത്ത് ചാടുന്ന സാധനമുണ്ട്. അത് ഒരു റോപ്പും ഇല്ല, ഒന്നുമില്ല. മൂപ്പരെടുത്ത് ചാടി ഇയാൾക്ക് ഇങ്ങേക്ക് നീന്താൻ അറിയില്ല. ഇത് ആരോടും പറഞ്ഞുമില്ല മൂപ്പര് നീന്താൻ അറിയില്ല എന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരെ സീനിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ പേടിച്ചിട്ട്. കാരണം ഇന്നത്തെ ഇന്ദ്രൻ സേട്ടനല്ല അന്ന്.
പിടി കിട്ടിയ കയറി വരുന്നുള്ളൂ. അതായത് ഈ സിനിമ ഇറങ്ങുന്നത് അനിയൻ ബാവ ചേട്ടൻ ബാവയ്ക്ക് മുമ്പ് അങ്ങനെ എത്രയോ മൂപ്പരുടെ പീക്ക് പെർഫോമൻസിന് മുമ്പ് തുടക്കകാലത്തുള്ള സിനിമയാണല്ലോ. അപ്പോൾ നീന്താ അറിയില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് വെച്ചിട്ട് അപ്പോൾ മൂപ്പരെ എടുത്ത് ചാടി. പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടി ഓൾറെഡി 2 അണ്ണന്മാർ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൽ ചാടി ഇങ്ങനെ കാണിച്ച് ഒറ്റത്ത് പോകും പോയി. അവന്മാർ താഴെ പോയിട്ടാണ് പൊക്കിക്കൊണ്ടുവന്നത്. അത് അത്യാവശ്യം നല്ല ആഴമുള്ള പിന്നെ കായലിന്റെ കറക്റ്റ് സെന്ററിലാണ് പോയെന്നേ. പക്ഷെ അതാ ഞാൻ പറഞ്ഞു. അപ്പം ഞാനത് പിന്നീട് എനിക്ക് തോന്നുന്നു അന്നല്ല ഇത് അന്ന് സംസാരം ഉണ്ടായിരുന്നു. അന്ന് ബദനങ്ങൾ ഭയങ്കര ചീത്ത വിളിക്കുന്ന സമയം. ബദനങ്ങൾ പറഞ്ഞു നീന്താ അറിയില്ല പറഞ്ഞു. സാർ അറിയില്ല സാർ അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലേ അന്നത്തെ അവരുടെ ഒരു മറ്റേ തീവ്രമായ അഭിനയ മുഹൂർത്തം പിടിക്കണം എന്ന് പറഞ്ഞ സാധനമില്ലേ, ഒരു ചാൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ അത് വേർത്തായി. ഇപ്പം ഇന്ന് ഇന്ദ്രൻ ചേട്ടൻ എന്താ പറയുക, ഇന്ത്യ അറിയുന്ന ഏറ്റവും നല്ലൊരു നടനാണല്ലോ. ഇതിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട് അജി മസ്കറ്റ് എന്ന് പറയുന്നത്. അത് വേറെ അധികം നമ്മൾ കാണാത്തൊരു രീതിയാണ്. എന്ന് വെച്ചാൽ രാവിലെ അദ്ദേഹം നമ്മുടെ ഫോട്ടോസൊക്കെ മാറിയെന്ന് എടുക്കുകയൊക്കെ ചെയ്യും. അതിൽ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് വൈകുന്നേരം നമ്മൾ റൂമിൽ എത്തുന്നതിന് മുമ്പ് വാട്സപ്പിൽ വരും. എല്ലാവർക്കും കേട്ടോ, വാട്സപ്പിൽ വരും. അതിന് ചിലത് പറയും ഇത് വേറെ അങ്ങനെ ഷെയർ ചെയ്യരുത്, ഇത് ഇങ്ങനെ അങ്ങനെ അയക്കുകയും ചെയ്യും. പക്ഷെ കൃത്യമായിട്ട് വരും. അതൊരു ഉഗ്രം ക്വാളിറ്റിയുള്ള ഫോട്ടോഗ്രാഫർ. അജി മസ്കറ്റ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കിട്ടാനൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഭയങ്കര പാടാ. നമ്മുടെ ജിബി ചേട്ടാ ഇപ്പോൾ ഇതുപോലെ സ്റ്റോറീസൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എത്രാം വയസ്സിലായിരുന്നു? ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി തുടങ്ങി? എൻ്റെ ഞാൻ ആദ്യമായിട്ട് ഓഡിഷൻ പോയി തുടങ്ങുന്നത് 8ാമത്തെ വയസ്സിലാണ്. മൂന്നിലോ നല്ല പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു ഓഡിഷൻ, ബാലതാരത്തെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കേട്ട് പോയി തുടങ്ങിയതാണ്. ഒരു എഴുതി വെച്ച കണക്കിൽ എനിക്ക് ഒരു 47 വടം ഞാൻ ജൂനിയർ ആക്ടറായിരുന്നു. പിന്നെല്ലാം വേറെ മാർഗ്ഗമില്ലല്ലോ. അല്ല എന്നിട്ട് പിന്നെ ഇപ്പൊ വലുതും ചെറുതായിട്ട് 70ഓളം സിനിമയായിട്ടുണ്ട്. ഇപ്പം നല്ല ക്യാരക്ടേഴ്സ് ഇപ്പം ചെയ്യുന്നുണ്ട്. ഈ നമ്മൾ സ്ക്രീനിൽ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ പലതും കാണില്ല. പക്ഷെ നമ്മുടെ ഭാഗ്യം കൊണ്ട് ചില സാധനങ്ങൾ രജിസ്റ്റർ ആവും. അങ്ങനെ രജിസ്റ്റർ ആയിരിക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ താണ്ഡവം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അപ്പം അത് ട്രിവാൻഡ്രത്താണ് ഷൂട്ട്. അപ്പോൾ ഞാൻ MG കോളേജിൽ, അദ്ദേഹം തന്നെ പഠിച്ച കോളേജാണല്ലോ MG കോളേജ് ലാലേട്ടൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ഫസ്റ്റ് ഡേ ഞങ്ങൾ ലാൽ സാറിൻ്റെ പടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഇടിച്ച് കയറി ഞങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ പോകും. അപ്പം അങ്ങനെ അതുപോലെ ഈ ജൂനിയർ ആക്ടേഴ്സിനെ കോളേജിൽ വന്ന് ഈ വലിയ ആൾക്കൂട്ടം വേണമെന്നുണ്ടെങ്കിൽ വന്ന് വിളിച്ചിട്ട്, കാര്യം നമുക്ക് ഫുഡ് കിട്ടും, പൈസയും കാര്യമൊന്നുമില്ല, ആഹാരം കഴിക്കാം, പിന്നെ ഇവരെയൊക്കെ അടുത്ത് കാണാം എന്നുള്ളതിൽ. അങ്ങനെ പോയപ്പോൾ ഈ പറഞ്ഞ പോലെ കുതിരമാളിയെ കൊട്ടാരമുണ്ട് ട്രിവാൻഡ്രത്തെ. അപ്പോൾ അവിടെയാണ് ഇദ്ദേഹം നെടുപടി വേണു സാറ് മരിച്ച സീൻ, പുള്ളിയുടെ വീടായിട്ട് കാണിക്കുന്ന അതാ. അപ്പോൾ ആ സീനിൽ ലാലേട്ടൻ ഇങ്ങനെ കുറേ സ്ഥലത്തൂടെ ഇങ്ങനെ വേറെ എവിടെയോ ഷൂട്ട് ചെയ്തിട്ട് വണ്ടി വന്ന് ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇറങ്ങി നടന്നു വരുന്ന ആൾക്കാരുടെ ഇടയിൽ. അപ്പോൾ ആദ്യത്തെ 1-2 റിഹേഴ്സൽ നോക്കി, കാര്യം പുള്ളിയുടെ റൂട്ടൊക്കെ പിടിക്കണമല്ലോ ക്യാമറ. അപ്പോൾ എന്നെ ഇടയ്ക്ക് നിർത്തിയിരുന്നു, ഞാൻ തള്ളി കയറി വരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റുക, ലാൽ സാറിനെ ഒന്ന് അടുത്ത് കാണുക. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവരുടെയൊക്കെ ഈ സൂപ്പർ സ്റ്റാർസിൻ്റെയൊക്കെ എന്തായിരിക്കും ഇവരെ മണം എന്തെന്ന് അറിയണമായിരുന്നു എനിക്ക്. സീരിയസ്ലി തമാശ പറഞ്ഞല്ല കേട്ടോ. എനിക്ക് ഏറ്റവും വലിയൊരു ഒരു നമുക്ക് ഇങ്ങനെ മാത്രം കണ്ടുള്ള ഒരു ഇതാണ്, നമുക്കറിയാമെന്നുള്ള മണം എന്ന് പറയുന്ന മനുഷ്യൻ്റെ മണം എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ എനിക്കൊന്ന് സാറിനൊന്ന് അടുത്ത് കാണണം, ഏറ്റവും അടുത്ത്. അപ്പോൾ ഇത് അവിടുത്തെ എനിക്ക് അന്ന് അതിൻ്റെ ഒരു അസോസിയേറ്റ് കണ്ടിട്ട്, ഇപ്പോൾ എൻ്റെ ഈ 2-3 റിഹേഴ്സലിൽ പുള്ളി കണ്ട് പറഞ്ഞു നീങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച ഒരു സൈഡിലങ്ങ് നിർത്തി. അപ്പോൾ ഞാൻ ചോദിച്ചു പണിഷ്മെൻറ്റ് പോലെയാണെന്നാണ് കരുതി. പക്ഷേ കറക്റ്റ് ടേക്ക് പോയി, സാറിങ്ങനെ വരികയാണ്, വന്ന് നടന്ന് കൃത്യം ഞാൻ നിൽക്കുന്ന ആ സ്ഥലത്തൊന്ന് പുള്ളി ഒന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ട്. അവിടുന്ന് സ്ലോ മോഷനിലാണ് ആ സീൻ പോകുന്നത്. ഇപ്പോൾ എനിക്കറിയില്ല, നമുക്കന്ന് പോയി മോണ്ടറില്ല മറ്റേ ഇതിലോ കാണാനോ ഒന്നും പറ്റില്ല. മോണ്ടറില്ല ഈ പറഞ്ഞ നമുക്ക് ഇവർ കാണാനുള്ള സെറ്റപ്പ് എന്തോ ഉണ്ടല്ലോ, അവർക്ക് അങ്ങനെ സാധനം എടുത്തു, നമുക്കറിയില്ല സംഭവം എന്താണെന്ന്. പക്ഷേ ഇത് ആദ്യത്തെ ഷോയ്ക്ക് ഇങ്ങനെ പോയി. ഈ MG കോളേജിൽ ഒരു ലോഡ് ഈ ലാലേട്ടൻ ഫാൻസ് ഉണ്ട്. അപ്പോൾ ഇവർ ഈ പേപ്പറൊക്കെ കീറി മറ്റേ മിഠായിയൊക്കെ വാരി വിതറി. ഇതാണ് ലാലേട്ടൻ്റെ എൻട്രി. ഈ ഓരോ സീനിലും വാരി എറിയും. അപ്പോൾ എൻ്റെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് കുറേ എല്ലാ പോക്കറ്റിലും നിറച്ചിട്ടൊക്കെ പോയിരിക്കുക. അവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് ഈ സീൻ വന്നു. ഞാൻ നോക്കുമ്പോഴേ ആദ്യമായിട്ട് സ്ക്രീൻ നിറച്ച് ഞാൻ ലാൽ സാർ ഇങ്ങനെ സ്ലോ മോഷനിൽ നോടാൻ നിന്നപ്പോൾ തൊട്ടടുത്ത് ഞാനാണ് നിൽക്കണത്. മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ കൺട്രോൾ അങ്ങ് പോയി. കാര്യം
എൻ്റെ കയ്യിലുള്ള പേപ്പറൊക്കെ വലിച്ചിങ്ങനെ എറിഞ്ഞിട്ട് ഞാൻ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. നന്നായിട്ട് തന്തയ്ക്കും അമ്മയ്ക്കും വിളി കേട്ടു. ആൾക്ക് ഇത്രയും സങ്കടമുള്ള സീനിൽ നെടുമുടി വേണു സാർ മരിച്ചു കിടക്കുന്ന എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ കാണിച്ച സന്തോഷത്തിൽ എന്ന് പറഞ്ഞ് കാണിച്ചതിന് നല്ല ചീത്ത കിട്ടി. എന്നെ ആദ്യമായിട്ട് ഇത്രയും കൃത്യമായിട്ട് വലിയ സ്ക്രീനിൽ ട്രിവാൻഡ്രം ശ്രീകുമാർ തിയേറ്ററിൽ കാണിച്ചപ്പോൾ ഉള്ള സന്തോഷമില്ലേ, അത് കാണിച്ചു. ചീത്ത കളിയിട്ട് ഒരു വിഷയമില്ല എനിക്ക്. ഞാൻ ഇപ്പോഴും താണ്ടവൻ ടി വിയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ആ സീൻ കാണാതിരിക്കും. എനിക്ക് ഭയങ്കര ഇതൊരു ഭയങ്കര നല്ലൊരു ഓർമ്മയാണ്. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ മുറിച്ചിടും ടി വി വരുമ്പോൾ. ഭയങ്കര അതൊരു വലിയ മനസ്സിലായില്ലേ, അത് ലാലേട്ടല്ല എനിക്ക് ആ ഒരു ആദ്യമായിട്ട് കിട്ടിയ ഒരു ആഹ്ലാദം ഇല്ലേ, ചീത്തവിളി വിഷയമല്ല. പക്ഷെ ആ അത്രയും വലിയ സ്ക്രീനിൽ ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ നിറച്ചു കാണിച്ചപ്പോൾ പലതിലും നമ്മൾ ഈ പഠനമായിട്ടും അവിടെ ഇവിടെ ആയിട്ട് കണ്ടിട്ട് പോലും ഇല്ല. കൂട്ടത്തിൽ ഓടാനും സ്റ്റണ്ടിൻ്റെ ഇടയിൽ നിൽക്കാനൊക്കെ ആയിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് കാണിച്ചത് ഷാജിക്കല സാറേ. ഞാൻ പറഞ്ഞില്ല. അതല്ലേ മിഷടാ എൻ്റെ അമ്മേ, നമ്മളിപ്പോ ഏത് പ്രായത്തിലായിരുന്നു അന്ന് അഭിനയിച്ചത് സ്ഫടികത്തില്? 13-ാമത്തെ വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങി. 15-ാമത്തെ വയസ്സിൽ പടം റിലീസായി. 2 കൊല്ലം എടുത്തു. അപ്പൊ ആ ടൈമില് സ്കൂളിങ് പോയിട്ടില്ല. ടീച്ചർമാരടുത്തോട്ടൊക്കെ മോഹൻലാലിന്റെ പടല്ലേ ജയിപ്പിച്ചുവിട്ടേക്കും. അത് എത്ര 8-ലോ 9-ലോ? ഞാനല്ല 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഷൂട്ടിംഗ് തുടങ്ങി. 8ാം ക്ലാസ്സിലത്തെ ഫൈനൽ എക്സാം എഴുതുന്ന അന്നാണ് പടം റിലീസായത്. അന്ന് നമ്മളെ എന്താ പറയുക, അന്നും ലാലേട്ടൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു എന്നുള്ള സാധനം ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം മൗത്ത് പബ്ലിസിറ്റിയാണ്. എന്തായിരുന്നു സ്കൂളിലേക്കൊക്കെ വരുമ്പോൾ കിട്ടിയൊരു സ്വീകരണം? പിള്ളേർ പിച്ചി ചീന്തി അസൂയ കാരണത്തോട് കോളേജിൻ്റെ ഫ്രണ്ടിൽ പടം 25-ാമത്തെ ദിവസമൊക്കെ ആയപ്പോൾ പോസ്റ്റർ ഒട്ടിക്കും. അപ്പം അന്ന് പോസ്റ്റർ മാത്രമല്ലോ, സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോസ്റ്റർ ഒട്ടിച്ചു. അപ്പം എൻ്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് ആ പോസ്റ്ററിൽ വരുന്നത്. കറക്റ്റ് അവിടെ മാത്രം ചാണകം തേച്ച് വെച്ചിരിക്കും. എനിക്ക് ഞാനെന്റെ മാനസികം ഞാൻ ഇത് കാണാൻ വേണ്ടി കണ്ടു നോക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ എന്റെ മാത്രം ചാണകം. അതാരായിരിക്കും? ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും പറയാൻ പറ്റില്ല. മനസ്സിലായി. അപ്പൊ കാര്യമില്ല. ഓക്കെ, ഇത് എന്തായാലും പടം റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുന്നത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അതിലെ ക്യാരക്ടറിനൊക്കെ. അതുവരെ നമുക്ക് ആർക്കും അത് മോണിറ്റർ പോലും ഇല്ല, കണ്ടിട്ടും കൂടി ഇല്ല. ഈ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫാമിലി നേരിട്ടത് എന്തൊക്കെയായിരുന്നു? നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു സിനിമയിൽ? എൻ്റെ വീട്ടില് ഒരു ചാക്കോ മാഷുണ്ട്. ആദ്യം ഇപ്പൊ ഭദ്രങ്ങള് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ സുഹൃത്താണ്. അച്ഛൻ പണ്ടൊരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പൂമുഖപ്പടിയിൽ നിന്നേങ്ങാത്ത്. അതിൽ മമ്മൂക്ക, മോഹൻലാൽ, റഹ്മാൻ, മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ ഇവർ 3 പേരാണ് അഭിനയിച്ചിട്ടുള്ളത്. തിലകൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ട് അപ്പോൾ പടം ഭയങ്കര ഹിറ്റായിരുന്നു. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്തതല്ല, അന്ന് ഭദ്രങ്ങൾ അങ്ങനത്തെ ഒരു സിനിമ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ മൂപ്പരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പടമായിരുന്നു. അച്ഛൻ മാത്രമല്ല, ജോസ് പടിഞ്ഞാറക്കര എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേരുള്ള ഒരാളാണ് അവിടെ പാലയിൽ. ഇവർ രണ്ടിനും കൂടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആണ് സ്ഫടികത്തിൽ കൊണ്ടുപോയത്. അപ്പം അന്ന് സ്ഫടികത്തിൽ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല. അച്ഛൻ പറഞ്ഞാൽ നടക്കില്ല, അല്ലെങ്കിലേ പഠിക്കാൻ മോശം, ഞാൻ അഭിനയം കൂടി പോയി കഴിഞ്ഞാൽ അതും കൂടി ഇല്ലാണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു. എന്നിട്ട് പക്ഷേ ഞാൻ പിന്നെ എന്താ പറയുക ഞാനന്ന് ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞു, താങ്കൾക്ക് പെരുന്തച്ചൻ കോംപ്ലക്സ് ആണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞപ്പോൾ അച്ഛൻ തകർന്നു പോയി, എന്തെങ്കിലും കാണിക്കുന്ന പോട്ടെ. അങ്ങനെയാണ് സിനിമയിൽ. പക്ഷെ അതിനുശേഷം പിന്നെ ഓഫേഴ്സ് വന്നു. ആ സിനിമയ്ക്ക് ശേഷം എനിക്ക് 2 പടത്തിൻ്റെ ഓഫർ വന്നു സ്ഫടികത്തിന് ശേഷം. ഒന്ന് ലെനിൻ രാജേന്ദ്രൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്നൊരു പടം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമായിരുന്നു. അപ്പോൾ അന്ന് 95-ൽ ആദ്യമായിട്ട് അപ്പാർട്ട്മെൻറ്റ് വന്നത് ട്രിവാൻഡ്രത്താണ്, കൊച്ചിയിലൊന്നുമല്ല. അത് ആദ്യം ട്രിവാൻഡ്രത്താണ് ഒരു അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ആ അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റക്കായി പോകുന്ന ഒരു സ്കൂൾ കുട്ടിയുടെ ഒരു കഥ. കാരണം വേറെ ഫ്ലാറ്റ്സ് ഒന്നും അറിയില്ല, കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ ഒരു ചിൽഡ്രൻസ് മൂവി എന്തോ ആയിരുന്നു. അപ്പോൾ അതിന് രാജൻ സാർ വിളിച്ചപ്പോൾ എൻ്റെ അച്ഛൻ സമ്മതിച്ചില്ല, മാർക്കില്ല എന്ന് പറയണം. അടുത്തത് 9ാം ക്ലാസ് 10ാം ക്ലാസ് ആണല്ലോ. പിന്നെ എൻ്റെ സ്വന്തം ജാനകിക്കുട്ടിയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു, അതും വിട്ടില്ല. അപ്പോൾ അതങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക. യെസ്. പക്ഷെ അതിപ്പോൾ ആലോചിക്കുമ്പോൾ നന്നായി. കാരണം സ്ഫടികത്തിൻ്റെ ഒരു ബാക്കപ്പ് എന്നും എനിക്കുണ്ട്. പക്ഷേ ഒരു 12 ഞാൻ എന്താ പറയുക 2012 ആയപ്പോഴേക്കും എൻ്റെ താല്പര്യങ്ങൾ കുറേ മാറി. എഴുത്തും സംവിധാനവും പരിപാടിയൊക്കെ ആയിട്ട് മാറി.
അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫടികത്തിൽ ഞാൻ അഭിനയിക്കുമ്പോൾ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഭദ്രങ്ങളുടെ കൂടെയും അതിൻ്റെ ക്യാമറമാൻമാരായ എസ് കുമാർ, ജെ വില്യംസ് ഇവരുടെ കൂടെയൊക്കെ ഇരുന്നു. ഇവരാണ് എന്നെ ഈ മറ്റേ ഫിലിം മേക്കിങ്ങിൻ്റെ പ്രാന്ത് തലയിലിട്ടെന്ന്. അപ്പോൾ ആ സാധനം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ എഴുത്തും പരിപാടിയും കാര്യങ്ങളും ഞാൻ ചെറുതായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു രീതി നോക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് തന്നെ മോൾഡ് ചെയ്തു. പിന്നെ അഭിനയിക്കാൻ വല്ല താല്പര്യമൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഇങ്ങനെ ബ്രൂട്ടസ് കഴിഞ്ഞിട്ടാണ് മെക്സിക്കൻ അപാരത അഭിനയിക്കാൻ ഓഫ് അതൊരു വൻ വരവായിരുന്നു. മെക്സിക്കനിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതുവരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളോട് ദേഷ്യം തോന്നി തുടങ്ങി ആൾക്കാർക്ക്. ക്യാരക്ടർ കണ്ടിട്ടാ അതുവരെ ചാക്കോമാഷന്റെ അച്ഛനല്ല ആ സാധനമൊക്കെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ഇത് വന്നോട് എന്താടാ ഇവര് വരണ്ടായിരുന്നൊക്കെ. എന്തായാലും പക്ഷെ അതൊരു രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചെന്നൊരു സാധനമല്ലേ. എന്തായാലും അടിപൊളി. ഇപ്പം നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുക ഒരുമിച്ചിട്ടുള്ള ഈ ഒരു സാധനം കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ഈ വത്സല ക്ലബ്ബ് ലോകം മൊത്തം ചർച്ച ചെയ്യട്ടെ. ഏതായാലും ഇനി അടുത്ത ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ നിങ്ങളൊന്നും കിട്ടാതെ അത്രയും തിരക്കിലേക്ക് നിങ്ങളെല്ലാവരും പൊന്നാവട്ടെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് അതിൻ്റെ പേണ് ഒരു കാര്യം കൂടി. ഇപ്പോൾ വരാൻ പോകുന്ന സിനിമകൾ ജിവേട്ടൻ്റെ വരാൻ പോകുന്നത് ആദ്യം വരുന്നത് വത്സല ക്ലബ്ബ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഡേറ്റ് കൺഫർമേഷൻ ആയിട്ടില്ല. മമ്മൂട്ടി സാറിൻ്റെ കൂടെ കളങ്കാവല് വരുന്നുണ്ട്. അത് ജിതിൻ പുതിയ ഡയറക്ടറാണ്. ജിഷ്ണു എന്ന് പറഞ്ഞിട്ട് പുതിയ റൈറ്ററാണ്. പിന്നെ ഉള്ളത് പ്രണവ് ലീഡ് ചെയ്യുന്ന ഡിയാസിറെ രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം. ഇങ്ങനെ കുറച്ച് നല്ല ബബബ ഉണ്ട്. ബബബയില് ഇങ്ങനെ നല്ല മതി. മലയാള സിനിമ എന്ന് പറഞ്ഞ ജിതിന്റെ ഫീൽഡിലായിട്ട് സത്യല്ലേ, വളരെ സത്യമാണ്. പറയുമ്പോ ഞാൻ കളിയാക്കാതെ അല്ലല്ല, ഇങ്ങനെ കുറച്ച് നല്ല പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട് ടെൻഷൻ ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചോദിക്കില്ലേ അടുത്ത വിലായത്ത് ഓരോരുത്തർ കൈ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സമയം എന്നാലും നമുക്ക് എത്രയും മതി ഇതിന്റെ ഒരു സക്സസ് പാർട്ടിക്ക് നമുക്ക് ഒരു ഇന്റർവ്യൂ. അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും ഈ സിനിമയുടെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. പ്രത്യേകം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സൈലന്റ് ആയിട്ടുള്ള നമ്മുടെ ഡയറക്ടർ സാറിനും എല്ലാവർക്കും പ്രൊഡ്യൂസർ സാറിനും എല്ലാവർക്കും നല്ലൊരു ആശംസ. താങ്ക് യു. സൈൻ ഓഫ് ചെയ്യട്ടെ പാവം. ഓക്കെ. താങ്ക് യു സോ മച്ച്.